കെ ഉമർ മൗലവിയുടെ റഹിമഹുല്ല തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 767. സൂറത്തുൻ നൂർ ആയത്തുകൾ 41 മുതൽ 59 വരെ, പേജ് നമ്പർ 1247. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം തറ അന്നല്ലാഹ യുസബ്ബിഹു ലഹു മൻ ഫിസ് സമാവാതി വൽ അർദ് والطير صافات كل قد علم صلاته وتسبيحه والله عليم بما يفعلون ولله ملك السماوات والأرض وإلى الله المصير ألم تر أن الله يزجي سحابا ثم يؤلف بينه ثم يجعله ركاما فترى الودق يخرج من خلاله وينزل من السماء من جبال فيها من برد فيصيب به من يشاء ويصرفه عن من يشاء يكاد سنا برقه يذهب بالأبصار يقلب الله الليل والنهار إن في ذلك لعبرة لأولي الأبصار والله خلق كل دابة من ماء فمنهم من يمشي على بطنه ومنهم من يمشي على رجلين ومنهم من يمشي على 4 يخلق الله ما يشاء إن الله على كل شيء قدير لقد أنزلنا آيات مبينات والله يهدي من يشاء إلى صراط مستقيم ويقولون آمنا بالله وبالرسول وأطعنا ثم يتولى فريق منهم من بعد ذلك وما أولئك بالمؤمنين وإذا دعوا إلى الله ورسوله ليحكم بينهم إذا فريق منهم معرضون وإن يكن لهم الحق يأتوا إليه مذعنين أفي قلوبهم مرض أم ارتابوا أم يخافون أن يحيف الله عليهم ورسوله بل أولئك هم الظالمون إنما كان قول المؤمنين إذا دعوا إلى الله ورسوله ليحكم بينهم أن يقولوا سمعنا وأطعنا وأولئك هم المفلحون ومن يطع الله ورسوله ويخشى الله ويتقه فأولئك هم الفائزون وأقسموا بالله جهد أيمانهم لئن أمرتهم ليخرجن قل لا تقسموا طاعة معروفة إن الله خبير بما تعملون
تعملون قل أطيعوا الله وأطيعوا الرسول فإن تولوا فإنما عليه ما حمل وعليكم ما حملتم وإن تطيعوه تهتدوا وما على الرسول إلا البلاغ المبين وعد الله الذين آمنوا منكم وعملوا الصالحات ليستخلفنهم في الأرض كما استخلف الذين من قبلهم وليمكنن لهم دينهم الذي ارتضى لهم وليبدلنهم من بعد خوفهم أمنا يعبدونني لا يشركون بي شيئا ومن كفر بعد ذلك فأولئك هم الفاسقون وأقيموا الصلاة وآتوا الزكاة وأطيعوا الرسول لعلكم ترحمون لا تحسبن الذين كفروا معجزين في الأرض ومأواهم النار ولبئس المصير يا أيها الذين آمنوا ليستأذنكم الذين ملكت أيمانكم والذين لم يبلغوا الحلم منكم ثلاث مرات من قبل صلاة الفجر وحين تضعون ثيابكم من الظهيرة ومن بعد صلاة العشاء 3 عورات لكم ليس عليكم ولا عليهم جناح بعدهن طوافون عليكم بعضكم على بعض كذلك يبين الله لكم الآيات والله عليم حكيم وإذا بلغ الأطفال منكم الحلم فليستأذنوا كما استأذن الذين من قبلهم كذلك يبين الله لكم آياته والله عليم حكيم. ഉമർ മൗലവിയുടെ റഹിമഹുല്ല തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 768 സൂറത്തു നൂർ ആയത്ത് 41 പേജ് നമ്പർ 1247. അലം തറ അന്നല്ലാഹ യുസബ്ബിഹു ലഹു മൻ ഫിസ് സമാവാതി വൽ അർളി വത്തയ്റു സ്വാഫാത്തിൻ നിശ്ചയമായും അല്ലാഹു ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളവരും ചിറകുകൾ നിവർത്തിക്കൊണ്ട് പക്ഷികളും അവന് സ്തോത്രം ചെയ്യുന്നു എന്ന് നീ കണ്ടില്ലേ? എല്ലാവരും അവരവരുടെ പ്രാർത്ഥനയും പ്രകീർത്തനവും അറിഞ്ഞിട്ടുണ്ട്. വല്ലാഹു അലീമും ബിമാ യഫ്അലൂൻ അല്ലാഹു അവർ ചെയ്യുന്നത് സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു. ആകാശഭൂമികളും അവയിലുള്ളതൊക്കെയും സൃഷ്ടാവിന് സ്തുതികീർത്തനം ചെയ്യുന്നുണ്ടെന്നും അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധ്യമല്ലെന്നും സൂറത്തുൽ ഇസ്രാ 44 ഖുർആൻ വ്യക്തമാക്കിയത് ഇവിടെ ഓർക്കുക. പേജ് നമ്പർ 1248 ആയത്ത് 42. വലില്ലാഹി മുൽക്കുസ് സമാവാതി വൽ അർദി ആകാശങ്ങളിലെയും ഭൂമിയിലെയും ആധിപത്യം അല്ലാഹുവിനാകുന്നു. വ ഇലല്ലാഹിൽ മസീർ എല്ലാവരുടെയും മടക്കം അല്ലാഹുവിലേക്ക് തന്നെയാകുന്നു. അല്ലാഹുവിൻ്റെ മുമ്പിൽ ഹാജരായി കണക്ക് കൊടുക്കാതെ യാതൊരാളും ഒഴിവാകുകയില്ല. ആയത്ത് 43. അലം തറ അന്നല്ലാഹ യുസ്ജി സഹാബൻ നീ കാണുന്നില്ലേ നിശ്ചയമായും അല്ലാഹു മേഘത്തെ തെളിച്ചുകൊണ്ട് പോകുന്നു. ثم يؤلف بينه പിന്നെ അതിനിടയിൽ അവൻ ഇണക്കുന്നു. ثم يجعله ركاما പിന്നെ അതിനെ അവൻ തിങ്ങിക്കൂടിയതാക്കുന്നു. അന്തരീക്ഷത്തിൽ
കാർമേഘങ്ങളെ തള്ളിക്കൊണ്ടുപോയി അവയെ കൂട്ടിയിണക്കി പിന്നീടത് തിങ്ങിക്കൂടിയതാകുന്നത് സർവ്വസാധാരണമായി നാം കാണുന്നു. ഇതൊക്കെ അള്ളാഹുവിൻ്റെ പ്രവർത്തനമാണ്. ഫത്തറൽ വദ്ഖ യഖ്റുജു മിൻ ഖിലാലിഹി, അങ്ങനെ അതിൻ്റെ വിടവുകളിലൂടെ മഴ പുറത്തു വരുന്നത് നിനക്ക് കാണാം. വയുനസ്സിലു മിനസ്സമാഇ മിൻ ജിബാലിൻ ഫിഹാ മിൻ ബറദിൻ, ആകാശത്തുള്ള ചില മലകളിൽ നിന്ന് ഒരു തരം ആലിപ്പഴം ഇറക്കുന്നതും ജലതന്മാത്രകൾ ഏറ്റവും കൂടുതൽ അകന്നു നിൽക്കുന്ന അവസ്ഥയിൽ മേഘവും, ഒന്നുകൂടി അടുത്താൽ ജലവും, ഏറ്റവും കൂടുതൽ അടുത്താൽ ഐസ് കട്ടയുമായി മാറുന്നു. മേഘത്തിൽ പെട്ടെന്ന് അതിശൈത്യം ബാധിക്കുമ്പോൾ തന്മാത്രകൾ കൂടുതൽ അടുക്കുകയും ഐസായി മാറുകയും ചെയ്യുന്നു. അതാണ് ആലിപ്പഴം. ഫയുസീബു ബിഹി മൻ യശാഉ, അങ്ങനെ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് ബാധിപ്പിക്കുകയും വയസ്രിഫുഹു അമ്മൻ യശാഉ, അവൻ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് അതിനെ തിരിച്ചുവിടുകയും ചെയ്യുന്നു. യകാദു സനാബർഖിഹി യദ്ഹബു ബിൽ അബ്സ്വാർ, അതിൻ്റെ മിന്നലിൻ്റെ ശോഭ കണ്ണുകളെ റാഞ്ചിക്കൊണ്ട് പോകാറാകുന്നു. ഇടിമിന്നലിൻ്റെ പ്രകാശത്തിൽ കാഴ്ചക്ക് അല്പനേരം താൽക്കാലിക അന്ധത ബാധിക്കാറുണ്ട്. സൂര്യപ്രകാശം ഒരു ലെൻസിലൂടെ കടക്കുമ്പോൾ സൂര്യൻ്റെ പ്രതിബിംബം കേന്ദ്രീകരിക്കുന്ന സ്ഥാനത്ത് കട്ടി കുറഞ്ഞ പദാർത്ഥങ്ങൾ കത്തിപ്പോകാറുണ്ട്. നമ്മുടെ കണ്ണിലെ ലെൻസിലൂടെ സൂര്യനിൽ നിന്ന് നേരിട്ട് പ്രകാശം കടന്നാൽ അതിൻ്റെ പ്രതിബിംബം പതിയുന്ന റെറ്റിനയിൽ സ്വാഭാവിക തകരാറുണ്ടാവുകയും അന്ധതയ്ക്ക് കാരണമാവുകയും ചെയ്യും. അതുകൊണ്ടാണ് നഗ്നനേത്രം കൊണ്ട് സൂര്യനെ നോക്കരുതെന്ന് പറയുന്നത്. ഇതുപോലെ ഐസ് പാളികളിൽ തട്ടി പ്രതിഫലിക്കുന്ന സൂര്യത്തിൻ്റെ പ്രതിബിംബവും അന്ധതയ്ക്ക് കാരണമാകും. ഇതിനാണ് ഹിമാന്ധത, സ്നോ ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത്. പേജ് നമ്പർ 1249, ആയത്ത് 44. യുഖല്ലിബുല്ലാഹുൽ ലൈല വന്നഹാറ, രാവിലെയും പകലിനെയും അള്ളാഹു മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്നു. രാവ് പോയി പകലും, പകൽ പോയി രാവും, ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നു. രാവ് കൂടുതലായും പകൽ കുറവായും നേരെ മറിച്ചും ശരിയായ വ്യവസ്ഥയോടുകൂടി നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു. രാവും പകലും മാറി വരുന്നതിനെ സംബന്ധിച്ച് ഖുർആനിൽ 48ഓളം സ്ഥലങ്ങളിൽ വിവിധ ശൈലികളിൽ പ്രസ്താവിച്ചതായി കാണാം. അനന്തവിശാലമായ പ്രപഞ്ചത്തിൽ 30,000 കോടി ഗാലക്സികളുണ്ടത്രേ. സൗരയൂഥത്തിലെ ഒരു ചെറുഗ്രഹമാണ് ഭൂമി. അതിൽ സംഭവിക്കുന്ന രാവ് പകൽ മാറ്റം യഥാർത്ഥത്തിൽ ഒരു മഹാത്ഭുതം തന്നെയാണ്. ദിവസേന സംഭവിക്കുന്നതായതുകൊണ്ട് മനുഷ്യൻ അതിൽ അത്ഭുതം തോന്നുന്നില്ലെന്ന് മാത്രം. യഥാർത്ഥത്തിൽ ചിന്തിക്കുന്നവർക്ക് അത് വലിയൊരു ദൃഷ്ടാന്തമാകുന്നു. ഇന്ന ഫീ ദാലിക ലഇബ്റതൻ ലിഉലിൽ അബ്സ്വാർ, നിശ്ചയമായും കണ്ണുള്ളവർക്ക് അതിൽ ഗുണപാഠമുണ്ട്. അള്ളാഹുവിൻ്റെ അപാരമായ കഴിവും അപാരമായ കാരുണ്യവും ഇതിൽ കണ്ട് മനസ്സിലാക്കാം. അത് മനസ്സിലാക്കാൻ കഴിയാത്ത മൃഗങ്ങൾ ഇവിടെയുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കാത്ത മനുഷ്യരും മൃഗങ്ങളെപ്പോലെ തന്നെ, അല്ല അതിനേക്കാൾ കഷ്ടം. ആയത്ത് 45. വല്ലാഹു ഖലഖ കുല്ല ദാബത്തിൻ മിൻ മാഇൻ, എല്ലാ ജീവികളെയും അല്ലാഹു വെള്ളത്തിൽ നിന്ന് പടച്ചു. ഫമിൻഹും മൻ യംശി അലാ ബത്നിഹി, അങ്ങനെ അവരുടെ കൂട്ടത്തിൽ വയറിന്മേൽ ഇഴഞ്ഞു നടക്കുന്നവരുണ്ട്. വമിൻഹും മൻ യംശി അലാ റിജ്ലൈൻ, 2 കാലിൽ നടക്കുന്നവർ അവരുടെ കൂട്ടത്തിലുണ്ട്. വമിൻഹും മൻ യംശി അലാ അർബഇൻ, 4 കാലിൽ നടക്കുന്നവരും അവരുടെ കൂട്ടത്തിലുണ്ട്. യഖ്ലുഖുല്ലാഹു മാ യശാ, അല്ലാഹു ഉദ്ദേശിക്കുന്നത് അവൻ സൃഷ്ടിക്കുന്നു. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു എല്ലാ കാര്യത്തിലും കഴിവുള്ളവനാകുന്നു. ജലത്തിൽ നിന്നാണ് ജീവിയെ സൃഷ്ടിച്ചത് എന്നിവിടെ വ്യക്തമാക്കുന്നു. ജലമില്ലാതെ ജീവന് നിലനിൽപ്പില്ല. ഇരുകാലികളും നാൽക്കാലികളും ഉരകങ്ങളും എല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ തന്നെ. ജന്തുലോകത്തെ വൈവിധ്യവും അത്ഭുതങ്ങളും ഗവേഷകരുടെ ഇഷ്ടവിഷയമാണ്. ജീവികളും മൃഗങ്ങളും പറവകളും തലകുനിഞ്ഞ് നടക്കുന്നവയാണ്. സൃഷ്ടിപ്പിൽ തന്നെ അങ്ങനെയാണ്. എന്നാൽ മനുഷ്യൻ മാത്രം തലയുയർത്തിയാണ് നടക്കുന്നത്. അവൻ്റെ സൃഷ്ടാവിൻ്റെ മുൻപിൽ മാത്രമേ സുജൂദ് പാടുള്ളൂ എന്ന വിധി അവൻ പാലിക്കേണ്ടതാണ്. ആയത്ത് 46. ലഖദ് അൻസൽനാ ആയാതിൻ മുബയ്യിനാതിൻ, നിശ്ചയമായും വ്യക്തമാക്കുന്ന ദൃഷ്ടാന്തങ്ങൾ നാം അവതരിപ്പിച്ചിരിക്കുന്നു. വല്ലാഹു യഹ്ദി മൻ യശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം, അല്ലാഹു ഉദ്ദേശിക്കുന്നവരെ ചൊവ്വായ വഴിയിലേക്ക് അവൻ നയിക്കുന്നതാകുന്നു. സത്യം അറിയണമെന്ന് ആഗ്രഹിക്കുകയും സത്യം മനസ്സിലായാൽ അത് സ്വീകരിക്കുകയും അങ്ങനെ നേർവഴിയിലാകുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവരെ അനുഗ്രഹിക്കുകയും നേർവഴിയിൽ അവരെ നയിക്കുകയും ചെയ്യും. ഇതാണ് അള്ളാഹുവിൻ്റെ ഉദ്ദേശ്യമെന്ന് ഖുർആനിൽ തെളിയിച്ചു പറഞ്ഞിട്ടുണ്ട്.
കെ ഉമർ മൗലവിയുടെ റഹിമഹുല്ല തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 769, സൂറത്തുൻ നൂർ ആയത്ത് 47, പേജ് നമ്പർ 1250. വയഖൂലൂന ആമന്നാ ബില്ലാഹി വബിർറസൂലി വഅതഅനാ, അല്ലാഹുവിലും റസൂലിലും ഞങ്ങൾ വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് അവർ പറയും. സുമ്മ യതവല്ലാ ഫരീഖും മിൻഹും മിൻ ബഅദി ദാലിക, അതിനുശേഷം അവരിൽ നിന്നൊരു കക്ഷി പിന്മാറിപ്പോകുന്നു. വമാ ഉലൈക ബിൽ മുഅ്മിനീൻ, അവരൊരിക്കലും വിശ്വാസികളല്ല. കപട വിശ്വാസികളെ പറ്റിയാണിത്. ഒരു വാക്ക് പറഞ്ഞാൽ അതുപോലെ ചെയ്യണമല്ലോ, ചെയ്യാതിരുന്നാൽ ആ വാക്കിന് എന്ത് വിലയാണ്? പറയാതിരുന്നാലുള്ളതിനേക്കാൾ വലിയ ദോഷം. ആയത്ത് 48. വഇദാ ദുഉ ഇലല്ലാഹി വറസൂലിഹി ലിയഹ്കുമ ബൈനഹും, അവരുടെ ഇടയിൽ വിധി പറയാൻ വേണ്ടി അല്ലാഹുവിങ്കലേക്കും റസൂലിന്റെ അടുക്കലേക്കും അവർ ക്ഷണിക്കപ്പെട്ടാൽ ഇദാ ഫരീഖും മിൻഹും മുരിദൂൻ, അവരിൽ ഒരു കൂട്ടരതാ പിന്തിരിയുന്നവരാകുന്നു. കപട വിശ്വാസികൾക്കറിയാം പ്രവാചകൻ സത്യവും നീതിയും അനുസരിച്ചാണ് വിധിക്കുകയെന്ന്. വിധി അവർക്കെതിരാകുമെന്ന് കണ്ടാൽ അവർ പ്രവാചകന്റെ അടുക്കിലേക്ക് വരില്ല. അനുകൂലമാകുമെങ്കിൽ വരികയും ചെയ്യും. ആയത്ത് 49. സത്യം അവർക്ക് അനുകൂലമാകുന്ന പക്ഷം അവർ കീഴടങ്ങിയവരായി അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് വരുന്നതാകുന്നു. ആയത്ത് 50. അവരുടെ ഹൃദയങ്ങളിൽ രോഗമുണ്ടോ? അതല്ല അവർ സംശയിച്ചതാണോ? അതല്ല അള്ളാഹുവും അവന്റെ റസൂലും അവരോട് അനീതി ചെയ്യുമെന്ന് അവർ ഭയപ്പെടുകയാണോ? ബൽ ഉലൈക ഹുമുൽ ളാലിമൂൻ, അല്ല അവർ തന്നെയാണ് അക്രമികൾ. റസൂലിന് ഞങ്ങൾ കീഴടങ്ങി എന്ന് വാക്ക് കൊടുത്തിട്ട് റസൂലിന്റെ വിധിയിലേക്ക് ക്ഷണിക്കുമ്പോൾ പിൻവാങ്ങൽ മഹാ അക്രമമാകുന്നു. ആയത്ത് 51. ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീന ഇദാ ദുഉ ഇലല്ലാഹി വറസൂലിഹി ലിയഹ്കുമ ബൈനഹും, അവരുടെ ഇടയിൽ വിധി കൽപ്പിക്കുവാൻ വേണ്ടി അള്ളാഹുവിങ്കലേക്കും റസൂലിലേക്കും വിളിക്കപ്പെടുമ്പോൾ വിശ്വാസികളുടെ വാക്ക് ഇതൊന്നു മാത്രമായിരിക്കും. പേജ് നമ്പർ 1251. അയ്യഖൂലു സമിഅനാ വഅതഅനാ, ഞങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് പറയൽ. എല്ലാ കാര്യങ്ങളിലും തീർപ്പ് കൽപ്പിക്കുന്നത് ഖുർആനും ഹദീസുമായിരിക്കണം. ആ തീർപ്പ് ഹൃദയപൂർവ്വം സ്വീകരിക്കുകയും വേണം. വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവർ തന്നെയാണ് വിജയികൾ. ആയത്ത് 52. വമൻ യുതിഇല്ലാഹ വറസൂലഹു, അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും ആർ അനുസരിക്കുന്നുവോ, വയഖ്ഷല്ലാഹ വയത്തഖ്, അല്ലാഹുവിനെ ഭയപ്പെടുകയും അവരെ സൂക്ഷിക്കുകയും ചെയ്യുന്നുവോ, ഫഉലൈക ഹുമുൽ ഫായിസൂൻ, അവർ തന്നെയാണ് വിജയികൾ. ആയത്ത് 53. വഅഖ്സമു ബില്ലാഹി ജഹദ ഐമാനിഹിം, അവർ കഴിയുന്ന വിധത്തിലെല്ലാം സത്യം ചെയ്തു പറഞ്ഞു. ലഇൻ അമർതഹും ലയഖ്റുജുന്ന, നീ അവരോട് കൽപ്പിച്ചാൽ അവർ പുറപ്പെടുക തന്നെ ചെയ്യുമെന്ന്. ഖുൽ ലാ തുഖ്സിമു, നീ പറയുക നിങ്ങൾ സത്യം ചെയ്യേണ്ട. ത്വാഅത്തും മഅറൂഫത്തുൻ, ന്യായമായ അനുസരണം ആണ് വേണ്ടത്. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, നിശ്ചയമായും അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നത് സംബന്ധിച്ച് സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു. യുദ്ധത്തിൽ പങ്കെടുക്കണമെന്ന് പറയുമ്പോൾ ഒരു മടിയുമില്ലാതെ ഞങ്ങൾ പങ്കെടുക്കുമെന്ന് കപടവിശ്വാസികൾ സത്യം ചെയ്ത് പറയാറുണ്ട്. ആവശ്യം വരുമ്പോൾ ഒഴിഞ്ഞു മാറുകയും ചെയ്യും. നിങ്ങളുടെ പ്രതിജ്ഞക്കും വാഗ്ദാനങ്ങൾക്കും നിങ്ങൾ യാതൊരു വിലയും കൽപ്പിക്കാറില്ലല്ലോ. നിങ്ങളുടെ അച്ചടക്കം യാതൊരു കഴമ്പുമില്ലാത്ത പൊയ്വാക്ക് മാത്രമാണ്. ആയത്ത് 54. ഖുൽ അത്തിഉല്ലാഹ വഅത്തിഉർ റസൂല, പറയുക അല്ലാഹുവിനെ നിങ്ങൾ അനുസരിക്കുകയും റസൂലിനെയും നിങ്ങൾ അനുസരിക്കുകയും. പ്രവാചകൻ ഒരു കാര്യം കൽപ്പിച്ചാൽ യാതൊരു ചോദ്യവും കൂടാതെ അനുസരിക്കൽ വിശ്വാസികളുടെ കടമയാണ്. കൽപ്പിക്കുന്ന സ്വഭാവത്തിലല്ലാതെ അഭിപ്രായം ചോദിക്കുന്ന സ്വഭാവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും സ്വഹാബികളിൽ ചിലർ അവരുടെ അഭിപ്രായം പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിക്കുകയും ഉണ്ടായിട്ടുണ്ട്. കൽപ്പനയുടെ സ്വഭാവത്തിൽ പറഞ്ഞാൽ മറ്റാർക്കും വ്യത്യസ്ത അഭിപ്രായം പറയാൻ പാടില്ല. സർവാത്മന അത് അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്തു കൊള്ളണം. ഒരു ഉപാധിയുമില്ലാതെ നിരുപാധികം അനുസരിക്കണമെന്നർത്ഥം. ഫഇൻ തവല്ലൂ, എന്നാൽ നിങ്ങൾ പിന്തിരിയുന്ന പക്ഷം, ഫഇന്നമാ അലൈഹി മാ ഹുമ്മില, അദ്ദേഹം ചുമതല ഏൽപ്പിക്കപ്പെട്ടത് മാത്രമേ അദ്ദേഹത്തിന് ബാധ്യതയുള്ളൂ. പേജ് നമ്പർ 1252. വഅലൈക്കും മാ ഹുമ്മിൽതും, നിങ്ങൾ ചുമതല ഏൽപ്പിക്കപ്പെട്ടത് നിങ്ങൾക്കും കടമയാകുന്നു.
അദ്ദേഹത്തെ നിങ്ങൾ അനുസരിക്കുന്ന പക്ഷം നിങ്ങൾ നേർമാർഗം പ്രാപിക്കും. വ്യക്തമായ പ്രബോധനം മാത്രമാണ് റസൂലിന് ബാധ്യത. കപടന്മാരെ അനുസരിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജനങ്ങൾക്ക് കാര്യം പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയും അവരെ നേർവഴിയിലേക്ക് ക്ഷണിക്കുകയും മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബാധ്യത. ആളുകളുടെ മനസ്സ് നേർവഴിയിലേക്ക് തിരിച്ചുവിടാനുള്ള ബാധ്യതയില്ല, അതിനൊട്ട് കഴിവുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത്തരം കഴിവുണ്ടായിരുന്നെങ്കിൽ അബൂ ത്വാലിബ് ഒരിക്കലും കാഫിറായി മരിക്കുകയില്ലായിരുന്നു. അന്ത്യനിമിഷത്തിൽ കലിമ ചൊല്ലാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിട്ട് അങ്ങനെ അതിന് വഴിപ്പെടാതെ അദ്ദേഹം മരിച്ചതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയാണ് ദുഃഖിച്ചത്. മാത്രമല്ല, അത്തരം കഴിവുണ്ടായിരുന്നെങ്കിൽ എല്ലാ മനുഷ്യരെയും, ഖുറൈശികളെ മാത്രമല്ല എല്ലാവരെയും, വന്നുള്ളവർ മാത്രമല്ല, ലോകാവസാനം വരെ ജനിക്കുന്ന എല്ലാവരെയും വിശ്വാസികളാക്കാമായിരുന്നു. ഉമർ മൗലവിയുടെ റഹിമഹുല്ലാ തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 770, സൂറത്തുൻ നൂർ ആയത്ത് 55, പേജ് നമ്പർ 1252. വഅദല്ലാഹു അല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സ്വാലിഹാത്തി, നിങ്ങളിൽ നിന്ന് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവരോട് അള്ളാഹു വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർദി, തീർച്ചയായും ഭൂമിയിൽ അവരെ പ്രതിനിധികളാക്കുമെന്ന്. കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം, അവർക്ക് മുമ്പുള്ളവരെ പ്രതിനിധികളാക്കിയതുപോലെ. വലയുമക്കിനന്ന ലഹും, അവർക്ക് അവൻ സ്വാധീനം നൽകുമെന്നും. ദീനഹുമുല്ലദീ ഇർതദാലഹും, അവർക്ക് വേണ്ടി അവൻ തൃപ്തിപ്പെട്ട മതത്തെ. വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംന, അവരുടെ ഭയത്തിന് ശേഷം നിർഭയത്തെ പകരമാക്കി കൊടുക്കും എന്നും വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. യഅബുദൂനനി, അവർ എന്നെ ആരാധിക്കണം. ലാ യുശ്രികൂന ബി ശൈഅ, യാതൊന്നിനെയും എന്നോട് അവർ പങ്കുചേർക്കരുത്, വേറെ യാതൊന്നിനെയും ആരാധിക്കരുത്. വമൻ കഫറ ബഅദ ദാലിക, അതിനുശേഷം ആരെങ്കിലും നിഷേധിക്കുന്ന പക്ഷം ഫഉലൈക ഹുമുൽ ഫാസിഖൂൻ, അവർ തന്നെയാണ് താന്തോന്നികൾ. പേജ് നമ്പർ 1253. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും മദീനയിലേക്ക് ഹിജ്റ പോവുകയും അൻസാരികൾ അവർക്ക് അഭയം നൽകുകയും ചെയ്തപ്പോൾ അറബികൾ ആ സകല മുസ്ലിങ്ങളോടുള്ള ശത്രുതയിൽ ഒറ്റക്കെട്ടായി. ആത്മരക്ഷയ്ക്ക് വേണ്ടി രാവും പകലും ആയുധധാരികളായി തന്നെ മുസ്ലിങ്ങൾക്ക് കഴിച്ചു കൂട്ടേണ്ടി വന്നു. ശത്രുഭയത്തോടു കൂടിയല്ലാതെ ഒരിക്കലും പുറത്തിറങ്ങുവാനോ കിടന്നുറങ്ങുവാനോ നിവൃത്തിയില്ലാതായി. അപ്പോൾ അവർ പരസ്പരം പറഞ്ഞു, അള്ളാഹുവിനെ അല്ലാതെ മറ്റാരെയും ഭയപ്പെടാതെ സമാധാനമായും ശാന്തമായും ജീവിക്കുവാൻ നമുക്ക് കഴിയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അപ്പോഴാണ് ഈ ആയത്ത് അവതരിച്ചത്. ഈ അവസ്ഥയൊക്കെ മാറി വരും, ആരെയും പേടിക്കേണ്ടതില്ലാത്ത അവസ്ഥയുണ്ടാകും. അത് അള്ളാഹു വാഗ്ദത്തം ചെയ്യുന്നു. അതിൻ്റെ നിബന്ധന അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, വേറെ ആരെയും ആരാധിക്കാതിരിക്കുക എന്നതാണ്. നിബന്ധന അവർ നിറവേറ്റുകയും അള്ളാഹു വാഗ്ദത്തം പാലിക്കുകയും ചെയ്തത് ലോകം കണ്ടറിഞ്ഞു. ആ പ്രദേശങ്ങൾ മുഴുവൻ പ്രവാചകന് കീഴൊതുങ്ങിയത് അവർ കണ്ടു. ഉടുത്ത ഉടുപ്പിൽ 14 കഷ്ണം വെച്ച് തുന്നിയിരുന്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ പേര് കേട്ടാൽ ഭൂലോക രാജാക്കന്മാർ പേടിച്ച് വിറക്കുന്ന അവസ്ഥ വന്നു. ഒരു മുസ്ലിമിൻ്റെ അയൽപക്കത്ത് ഒരു വീട് വാങ്ങാൻ സൗകര്യപ്പെടുകയാണെങ്കിൽ യഹൂദികൾ ഇരട്ടി വില കൊടുത്ത് അത് വാങ്ങുവാൻ തയ്യാറായ സാഹചര്യമുണ്ടായി. റോമൻ പേർഷ്യൻ സാമ്രാജ്യങ്ങൾ ഇസ്ലാമിന് കീഴൊതുങ്ങി. ആഫ്രിക്കയും യൂറോപ്പിൽ സ്പെയിൻ വരെയും ഏഷ്യയുടെ ഭൂരിഭാഗവും മുസ്ലിങ്ങൾക്ക് അധീനമായി. യഥാർത്ഥ വിശ്വാസികൾക്ക് അള്ളാഹു വാഗ്ദാനം നിറവേറ്റിക്കൊടുത്തു. സക്കാത്ത് വാങ്ങാൻ ആളില്ലാത്ത അവസ്ഥ വരെ വന്നതായി ചരിത്രത്തിൽ കാണാം. ഒരു അമേരിക്കൻ പണ്ഡിതനായ മൈക്കൽ എച്ച് ഹാർട്ട് എന്ന ക്രിസ്ത്യാനി ലോകാരംഭം മുതൽ അദ്ദേഹത്തിൻ്റെ കാലത്തിനിടയ്ക്ക് കഴിഞ്ഞു പോയ 100 മഹാന്മാരുടെ ചരിത്രം ചുരുക്കി എഴുതിയ ഒരു ഗ്രന്ഥം രചിച്ചപ്പോൾ 1-ാം സ്ഥാനം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകുവാൻ സത്യസന്ധത അദ്ദേഹത്തെ നിർബന്ധിച്ചു. ക്രിസ്ത്യാനികളുടെ ദൈവമായി അവർ ആരാധിക്കുന്ന യേശുക്രിസ്തുവിന് 3-ാം സ്ഥാനമാണ് കൊടുത്തത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി അബൂബക്കറിൻ്റെയും ഉമറിൻ്റെയും ഭരണ മാതൃക സ്വീകരിക്കുക എന്ന് കോൺഗ്രസ്സുകാരോട് ഉപദേശിച്ചു. ഇതൊക്കെ എന്തുകൊണ്ടുണ്ടായി? അള്ളാഹുവിൻ്റെ വാഗ്ദത്ത ഫലം തന്നെ. എന്നാൽ മുസ്ലിങ്ങൾ അവരുടെ നിബന്ധന ലംഘിച്ചു. അള്ളാഹുവിൻ്റെ പരീക്ഷണത്തിനും ശിക്ഷയ്ക്കും വിധേയരായി. ഇതും ലോകം കണ്ടറിഞ്ഞതാണല്ലോ. അറേബ്യയിലെ സ്തുതിപ്പെട്ട ഉദാരമതിയായിരുന്ന ഫാത്തിമു ത്വായിയുടെ പുത്രൻ അദി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ നിവേദനവുമായി വരികയുണ്ടായി. ആ അവസരത്തിൽ തിരുമേനിയും അദ്ദേഹവും തമ്മിൽ നടന്ന സംഭാഷണത്തിൽ ഇപ്രകാരം പറഞ്ഞിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദിയെ
അദിയെ, നിങ്ങൾ ഹീറ രാജ്യം അറിയുമോ? അദിയും റളിയല്ലാഹു അൻഹു, ഞാൻ അറിയുകയില്ല, കേട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ ആത്മാവ് ഏതൊരുവൻ്റെ കൈവശമാണോ അവൻ, അതായത് അള്ളാഹു തന്നെ സത്യം, അള്ളാഹു ഇക്കാര്യത്തെ നിശ്ചയമായും പൂർത്തിയാക്കും. അങ്ങനെ യാത്രക്കാരിയായ ഒരു സ്ത്രീ ഹിറായിൽ നിന്ന് പുറപ്പെട്ട് ഒരാളുടെയും സംരക്ഷണം കൂടാതെ തന്നെ കഅബ തവാഫ് ചെയ്ത് പോകുന്ന ഒരു കാലം വരും. ഹുർമുസിൻ്റെ മകൻ കിസ്റായുടെ നിക്ഷേപങ്ങൾ ജയിച്ചടക്കുകയും ചെയ്യും. അദി റളിയല്ലാഹു അൻഹു, പേർഷ്യൻ ചക്രവർത്തിയായ ഹുർമുസിൻ്റെ മകൻ കിസ്റായുടെയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അതേ, ഹുർമുസിൻ്റെ മകൻ കിസ്റായുടെ തന്നെ സ്വീകരിക്കുവാൻ ആളില്ലാതെ വരുമാറ് ധനം ചെലവഴിപ്പിക്കപ്പെടുകയും ചെയ്തേക്കും. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം ഈ സംഭാഷണം ഉദ്ധരിച്ചുകൊണ്ട് അദി റളിയല്ലാഹു അൻഹു പ്രസ്താവിക്കുകയാണ്, ഇതാ ഹിറായിൽ നിന്ന് ഒരു യാത്രക്കാരി ആരുടെയും സംരക്ഷണം കൂടാതെ തന്നെ ഇന്ന് കഅബ തവാഫ് ചെയ്തു പോകുന്നു. ഹുർമുസിൻ്റെ മകൻ കിസ്റായുടെ നിക്ഷേപങ്ങൾ മദായിനിലും അംബാറിലും വെച്ച് ജയിച്ചടക്കിയ കൂട്ടത്തിൽ ഞാനും പങ്കെടുത്തിരുന്നു. അള്ളാഹു തന്നെയാണ് ഇനി മൂന്നാമത്തെ കാര്യവും സംഭവിക്കുക തന്നെ ചെയ്യും. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അരുളി ചെയ്തിട്ടുണ്ട് എന്നത് തന്നെ. ബുഖാരി 35:95. ഉമർ മൗലവിയുടെ റഹിമഹുല്ലാഹ് തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 771, സൂറത്തുൻ നൂർ ആയത്ത് 56, പേജ് നമ്പർ 1254. വഅഖീമുസ് സ്വലാത്ത, നിങ്ങൾ നമസ്കാരം മുറ പോലെ അനുഷ്ഠിക്കുകയും, വഅതുസ് സകാത്ത, നിങ്ങൾ സകാത്ത് കൊടുക്കുകയും ചെയ്യുകയും, വഅതിഉർ റസൂല, റസൂലിനെ നിങ്ങൾ അനുസരിക്കുകയും ചെയ്യുകയും, ലഅല്ലകും തുർഹമൂൻ, നിങ്ങൾക്ക് കാരുണ്യം ചെയ്യപ്പെടുന്നതാകുന്നു. ആയത്ത് 57. ലാ തഹ്സബന്നല്ലദീന കഫറു, നിഷേധികളായിട്ടുള്ളവരെ പറ്റി നീ ധരിക്കരുത്, മുഅ്ജിസീന ഫിൽ അർദി, ഭൂമിയിൽ തോൽപ്പിക്കുന്നവരായി. ആ കാഫിറുകൾ ആളും ആയുധവും കൊണ്ട് എത്ര മികച്ചവരായാലും നമ്മെ തോൽപ്പിക്കുവാൻ അവർക്ക് കഴിയുമെന്ന് ധരിക്കരുത്. വമഅവാഹുമുന്നയാർ, അവരുടെ സങ്കേതം നരകമാകുന്നു. വലബിസൽ മസീർ, അതത്ര ദുസ്സഹമായ താവളം. നിഷേധികൾക്കുള്ള കടുത്ത താക്കീതാണിത്. ആയത്ത് 58. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളായിട്ടുള്ളവരെ, ലിയസ്തഅ്ദിൻകുമുല്ലദീന മലകത് ഐമാനുക്കും, നിങ്ങളുടെ വലങ്കൈകൾ ഉടമയാക്കിയവർ, അതായത് അടിമകൾ, നിങ്ങളോട് സമ്മതം ചോദിക്കട്ടെ. വല്ലദീന ലം യബ്ലുഗുൽ ഹുലുമ മിൻകും, നിങ്ങളിൽ നിന്ന് പ്രായപൂർത്തി എത്താത്തവരും 3 മർവാത്തിൻ 3 പ്രാവശ്യം അനുവാദം ചോദിക്കേണ്ടതാകുന്നു. കുട്ടികളും അടിമകളും മുറിക്കകത്ത് കടക്കുന്നത് വിരോധമില്ല, 3 സമയം ഒഴികെ. നിങ്ങളുടെ വലങ്കൈകൾ ഉടമയാക്കിയവർ എന്ന് പറഞ്ഞത് അടിമകളെ സംബന്ധിച്ചാണ് എന്നതിൽ മുസ്ലിങ്ങളിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. അടിമകളും പ്രായപൂർത്തി എത്താത്ത കുട്ടികളും മുറിക്കകത്ത് കടക്കുമ്പോൾ സമ്മതം ചോദിക്കണമെന്ന് പറഞ്ഞ 3 സമയങ്ങൾ വിവരിക്കുന്നു. മിൻ ഖബലി സ്വലാത്തിൽ ഫജ്രി, ഫജ്ർ നമസ്കാരത്തിന് മുമ്പ്, പേജ് നമ്പർ 1255. വഹീന തദഊന സിയാബകും മിനൽ ലഹിറതി, ഉച്ചയ്ക്ക് നിങ്ങൾ വസ്ത്രം അഴിച്ചു വെക്കുമ്പോഴും, വമിൻ ബഅദി സ്വലാത്തിൽ ഇശാ, ഇശാ നമസ്കാരത്തിന് ശേഷവും. ഇതാണ് ആ 3 സമയങ്ങൾ. ഈ നേരങ്ങളിൽ അവരും അനുവാദം ചോദിച്ചേ അകത്ത് പ്രവേശിക്കാവൂ. സലാഹു ഔറാത്തിൽ ലക്കും, നിങ്ങളുടെ 3 സ്വകാര്യ സമയങ്ങൾ. മേൽപ്പറഞ്ഞ 3 സമയങ്ങൾ മറ്റുള്ളവർ കാണാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കാം നിങ്ങളുടെ സ്വകാര്യതയുടെ സമയങ്ങളാണത്. ലൈസ അലൈക്കും വല അലൈഹിം ജുനാഹും ബഅദഹുന്ന, നിങ്ങൾക്കാകട്ടെ അവർക്കാവട്ടെ ഇവയ്ക്ക് ശേഷമുള്ള സമയങ്ങളിൽ കുറ്റമില്ല. തവാഫൂന അലൈക്കും, നിങ്ങളുടെ അടുത്ത് ചുറ്റി നടക്കുന്നവരാണവർ. ബഅദുക്കും അലാ ബഅദിൻ, നിങ്ങൾ അന്യോന്യം ഇടകലർന്ന് വർത്തിക്കുന്നവരാണ്. അതുകൊണ്ട് ആവശ്യം പോലെ വിട്ടുവീഴ്ച അനുവദിച്ചിരിക്കുന്നു. കദാലിക യുബയ്യിനുല്ലാഹു ലക്കുമുൽ ആയാതി, അപ്രകാരം അല്ലാഹു ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് വിവരിച്ചു തരുന്നു. വല്ലാഹു അലീമുൻ ഹകീം, അല്ലാഹു സർവജ്ഞനും അഗാധജ്ഞനുമാകുന്നു. ആയത്ത് 59. വഇദാ ബലഗൽ അത്ഫാലു മിൻകുമുൽ ഹുലുമ, നിങ്ങളിൽ നിന്നുള്ള കുട്ടികൾ പ്രായപൂർത്തിയാകുമ്പോൾ ഫല്യസ്തഅ്ദിനു, അവർ അനുവാദം ചോദിച്ചു കൊള്ളട്ടെ. പ്രായപൂർത്തിയെത്തിയ മക്കൾ മാതാപിതാക്കളുടെയും ബന്ധുക്കളുടെയും മുറികളിൽ അനുവാദത്തോടു കൂടിയേ കടന്നു ചെല്ലാൻ പാടുള്ളൂ. സമയം ഏതായിരുന്നാലും ശരി. കമസ്തഅ്ദനല്ലദീന മിൻ ഖബ്ലിഹിം, അവർക്ക് മുമ്പുള്ളവർ അനുവാദം ചോദിച്ചതുപോലെ. കദാലിക യുബയ്യിനുല്ലാഹു ലക്കും ആയാതിഹി, അപ്രകാരം അല്ലാഹു നിങ്ങൾക്ക് അവൻ്റെ ദൃഷ്ടാന്തങ്ങൾ വിശദീകരിച്ചു തരുന്നു. വല്ലാഹു അലീമുൻ ഹകീം, അല്ലാഹു സർവജ്ഞനും അഗാധജ്ഞനുമാകുന്നു. അത്ഭുതകരമായ നിയമനിർദ്ദേശങ്ങൾ വളരെ നിസ്സാരമെന്ന് കരുതാവുന്ന കാര്യങ്ങളാണെന്ന് തോന്നാം.
ഖുർആൻ എന്ന ദൈവിക ഗ്രന്ഥം എത്ര കൃത്യമായാണ് എല്ലാം വിശദീകരിക്കുന്നത്. വ്യക്തിയുടെ സ്വകാര്യത മാനിക്കപ്പെടേണ്ടതാണെന്നും സ്വന്തം വീട്ടിലെ സ്വകാര്യ മുറിയിലായാലും വീട്ടിലുള്ളവർ പോലും അത് അതിലംഘിക്കരുതെന്നുമാണ് ഇസ്ലാം അനുശാസിക്കുന്നത്. പേജ് നമ്പർ 1256. വീടുകളിൽ കയറി ചെല്ലുമ്പോൾ സലാം പറയണമെന്നും അനുവാദം ചോദിക്കണമെന്നും നേരത്തെ പറഞ്ഞു. ഇവിടെ വീട്ടിനകത്ത് വീട്ടുകാരും അടുത്ത ബന്ധുക്കളും അന്യോന്യം പാലിക്കേണ്ട ഒരു മര്യാദയെപ്പറ്റി വിശദീകരിക്കുന്നു. കുട്ടികളും അടിമകളും 3 സമയങ്ങളിൽ അനുവാദം ചോദിച്ചേ മുറിയിൽ പ്രവേശിക്കാവൂ എന്ന് പറഞ്ഞതിൽ നിന്നും വീട്ടിലുള്ള മറ്റുള്ളവർക്ക് പ്രത്യേകിച്ചും അത് വിരോധമാണെന്ന് പറയേണ്ടതില്ലല്ലോ. സുബ്ഹിക്ക് മുമ്പും ഉച്ചയ്ക്ക് ശേഷവും ഇഷാക്ക് ശേഷവും ഭാര്യാഭർത്താക്കന്മാരുടെ സ്വകാര്യത നഷ്ടപ്പെടരുതെന്ന് സാരം. ഇതല്ലാത്ത നേരങ്ങളിൽ സമ്മതം ചോദിക്കാതെ പ്രവേശിക്കുകയും അന്യോന്യം കാണുകയും ചെയ്യാം. അന്നേരങ്ങളിൽ നിയന്ത്രണം നിശ്ചയിക്കപ്പെടാതിരിക്കുവാനുള്ള കാരണം നിങ്ങളുടെ അടുത്ത് ചുറ്റി നടക്കുന്നവരാണ്, നിങ്ങൾ അന്യോന്യം ഇടകലർന്ന് വർത്തിക്കുന്നവരാണ് എന്ന് പ്രസ്താവിച്ചതിൽ നിന്നും വ്യക്തമാണ്. ഈ സന്ദർഭത്തിൽ ഇസ്ലാമികമായ ചില ചിട്ടകളും മര്യാദകളും മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. കുറഞ്ഞ വസ്ത്രം ധരിക്കാൻ സാധ്യതയുള്ള കിടപ്പറ, കുളിമുറി, കക്കൂസ് മുതലായ സ്ഥലങ്ങളിൽ മുന്നറിയിപ്പില്ലാതെ മറ്റൊരാൾ കടന്നു ചെല്ലരുത്. പുരുഷന്മാർ ഔറത്ത് അന്യോന്യം വെളിപ്പെടുത്തരുത്. പുരുഷൻ വസ്ത്രം കൊണ്ട് മറക്കാൻ കൽപ്പിക്കപ്പെട്ട ഭാഗമാണ് ഔറത്ത്. പുരുഷൻ പൊക്കിൾ മുതൽ കാൽമുട്ട് വരെ നിർബന്ധമായി മറക്കണം. സ്ത്രീ മുഖവും മുൻകൈയും ഒഴിച്ച് ശരീരം മറച്ചിരിക്കണം. മുഖവും മുൻകൈയും ഒഴിച്ച് ഔറത്താണ് എന്നർത്ഥം. പുരുഷൻ പുരുഷൻ്റെ ഔറത്തിലേക്കും സ്ത്രീയുടെ ഔറത്തിലേക്കും നോക്കുന്നതും ഒരേ വസ്ത്രം മേൽക്കൊണ്ട് 2 പുരുഷന്മാരോ 2 സ്ത്രീകളോ ഒന്നിച്ച് കിടക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ചിരിക്കുന്നു. മുസ്ലിം 794. അന്യന്മാരായ ഒരു പുരുഷനും ഒരു സ്ത്രീയും ഒരു വീട്ടിലോ ഒരു മുറിയിലോ തനിച്ചാകുന്നതും ഒരു സ്ത്രീ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ചു. വിവാഹം ചെയ്യൽ നിഷിദ്ധമാക്കപ്പെട്ട ഒരു അടുത്ത ബന്ധുവിനോടൊപ്പം മാത്രമേ സ്ത്രീ യാത്ര ചെയ്യാവൂ. ഹജ്ജ് യാത്രയ്ക്ക് പോലും അങ്ങനെ തന്നെ വേണം. ബുഖാരി 3006, മുസ്ലിം 33-36. തുറന്ന സ്ഥലത്ത് കുളിക്കരുതെന്നും എന്തെങ്കിലും ഒരു മറ വേണ്ടതാണെന്നും കൽപ്പനയുണ്ട്. അബൂദാവൂദ് 40-14, നസായി 409. 2 പേർ അടുത്തിരുന്ന് സംസാരിച്ചുകൊണ്ട് ഔറത്ത് വെളിവാക്കി വെളിക്കിരിക്കുന്നത് അള്ളാഹുവിൻ്റെ കോപത്തിന് കാരണമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. ഇബ്നു മാജ 366. തുറസായ സ്ഥലത്ത് വെളിക്കിരിക്കുമ്പോൾ ആരും കാണാത്തിടത്ത് പോയി ഇരിക്കണമെന്നും നിർബന്ധിത സാഹചര്യത്തിലല്ലാതെ നിന്ന് മൂത്രമൊഴിക്കരുതെന്നും ഇരിക്കും മുമ്പായി വസ്ത്രം പൊക്കരുതെന്നും നിർദ്ദേശങ്ങളുണ്ട്. തിരുമുതി 12. ഇത്തരം ചെറിയ കാര്യങ്ങളൊക്കെ ഒരു മതം ചൂണ്ടിക്കാണിക്കുകയോ എന്ന ആശ്ചര്യം തോന്നേണ്ടതില്ല. മനുഷ്യൻ്റെ ഐഹികവും പാരത്രികവുമായ ജീവിത വിജയത്തിന് ആവശ്യമായ നിയമനിർദ്ദേശങ്ങളാണ് ഇസ്ലാം ചൂണ്ടിക്കാണിക്കുന്നത്. ചെറുതും വലുതുമെല്ലാം കൃത്യമായി വിവരിക്കും.